ഹായ് എവ്രി വൺ, എല്ലാവർക്കും മിഷൽസ് ഹൊറൈസൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് യൂണിറ്റിൻ്റെ പാർട്ട് 2 വേർഷനാണ്. അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ തുടർച്ചയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇടുന്നതിൽ ചെറിയൊരു ഡിലേ വന്നു, ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ്. നിങ്ങൾ ക്ഷമിക്കുക. എക്സാം തൊട്ടടുത്തെത്തി. ഇനി നിങ്ങൾക്കൊട്ടും റെസ്റ്റ് ചെയ്യാൻ സമയമില്ല. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. കൃത്യമായിട്ട് പോയിൻറ്റ്സ് അറേഞ്ച് ചെയ്ത് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ടീച്ചേഴ്സ് തന്നത് നന്നായി പഠിച്ചതിന് ശേഷം ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് നന്നായി ശ്രദ്ധിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങളെല്ലാം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റിയെന്ന് വരില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇതുപോലെ ഇങ്ങനെ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ പഠിച്ചത് മെമ്മറൈസ് ചെയ്യാനും നിങ്ങൾക്ക് ഓർത്തെടുക്കാനും പറ്റുന്നുണ്ടോയെന്നും നിങ്ങളുടെ പോയിൻറ്റ്സൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അധികം പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Question number 6. Which group is more influential than family among the adolescents? 1 mark. Options: religion, B. secondary group, C. peer group, D. out group. അതായത് ഏത് ഗ്രൂപ്പാണ് കുടുംബത്തേക്കാൾ നിങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങൾ കൗമാരപ്രായത്തിലായിരിക്കുമ്പോൾ? അതായത് നിങ്ങൾ ഒരു കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു അഡോളസൻസ് പീരീഡിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കുടുംബത്തേക്കാൾ സ്വാധീനിക്കുന്ന ഗ്രൂപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്കാണ്. ഓപ്ഷൻസും തന്നിട്ടുണ്ട്, വളരെ ഈസിയാണ്. അപ്പോൾ ഇതിലേതായിരിക്കും? പിയർ ഗ്രൂപ്പ് ഈസ് ദ റൈറ്റ് ആൻസർ. പിയർ ഗ്രൂപ്പാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കൗമാരപ്രായത്തിൽ സ്വാധീനിക്കുന്ന ഗ്രൂപ്പ്. നിങ്ങൾ ഈ ഒരു ഏജ്, +1 +2 ഒരു ഏജ്, ആ സമയത്ത് നിങ്ങൾക്ക് ഫാമിലി പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കില്ല, മറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫ്രണ്ട്സ് നടക്കുന്നത് പോലെ അവരുടെ ഒരു ഇൻട്രസ്റ്റ് എല്ലാം ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. കൂടുതൽ സമയവും നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. Question number 7. Explain caste as a system of social stratification. ജാതി എങ്ങനെ ഒരു സാമൂഹിക ശ്രേണീകരണ വ്യവസ്ഥയായി മാറുന്നു എന്ന് വിശദമാക്കുക. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ചോദ്യം നല്ലോണം റീഡ് ചെയ്യുക. കാസ്റ്റ് സിസ്റ്റം എങ്ങനെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നു, അതായത് സാമൂഹിക ശ്രേണീകരണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നോക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യം 3 മാർക്കിനായതുകൊണ്ട് തന്നെ ചെറിയതായിട്ട് നിങ്ങളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ ആളുകളെ വിവിധ തട്ടുകളാക്കി അല്ലെങ്കിൽ വിവിധ ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുന്നതിന് പറയുന്ന പേരാണ് സാമൂഹിക ശ്രേണീകരണം അഥവാ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ സിസ്റ്റം ഓഫ് dividing the people into various groups, division, classes. അതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ കാസ്റ്റ് എങ്ങനെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ആകുന്നു എന്ന് ചോദിച്ചാൽ, ജാതി വ്യവസ്ഥ അതിലെ അംഗങ്ങളെ വ്യത്യസ്ത തട്ടുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇവരെ ഓരോ പദവിയിലാണ് ജാതി വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. ഒരു സാമൂഹിക ശ്രേണീകരണം തന്നെ ജാതി വ്യവസ്ഥ വിഭാവനം ചെയ്യുന്നു. വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. 4 വർണ്ണങ്ങളാണ്. 4 വർണ്ണങ്ങളായത് ബ്രാഹ്മണൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ക്ഷത്രിയൻ്റെ കളർ രക്തത്തിൻ്റെ കളറായ ചുവപ്പാണ്. ദെൻ വൈശ്യൻ്റെ കളറ് ബിസിനസ് മാൻ ആയതുകൊണ്ട് തന്നെ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. ദെൻ ദ ലാസ്റ്റ് വൺ ശൂദ്രാസ്, അവരാണ് സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗം. അവരെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന കളർ ബ്ലാക്ക് ആണ്. അപ്പോൾ ഈ 4 വർണ്ണങ്ങളെയും 4 ശ്രേണികളായിട്ടാണ് പറയുന്നത്. 4 പേർക്കും 4 ജോലികളുണ്ട്. ബ്രാഹ്മണന് വേദകാര്യങ്ങൾ കൈകാര്യം ചെയ്യലാണ്, ടീച്ചേഴ്സാണ് ബ്രാഹ്മൺ അധികവും. രണ്ടാമത്തത് യുദ്ധം ചെയ്യുക, അതായത് സോൾഡിയേഴ്സാണ്. മൂന്നാമത്തത് ട്രേഡേഴ്സ്, വ്യാപാരികളാണ്. നാലാമത്തവർ സ്കാവഞ്ചേഴ്സ്, സ്വീപ്പേഴ്സ്, അതായത് സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും മറ്റും ക്ലീൻ ആക്കുന്ന ലാസ്റ്റ് സെക്ഷൻസ്. സോ ജാതി വ്യവസ്ഥ കൃത്യമായിട്ട്
മനുഷ്യരെ പല തട്ടുകളായി വർഗീകരിക്കുന്നത് കൊണ്ട് തന്നെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നു, ഇനീക്വാളിറ്റി ഉണ്ടാക്കുന്നു, എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ആൻസറിൽ നിങ്ങൾ എഴുതേണ്ടത്. വളരെ ഈസിയാണ്. ഈ മാർക്ക് കളയരുത്. ജാതി വ്യവസ്ഥയുടെ സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത്തരത്തിലാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താ എന്ന് നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. Question number 8. After her studies, Adila Abdullah was appointed as an IAS officer. Queen Elizabeth succeeded to the throne of England after the death of her mother. ഇതാണ് ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ സ്റ്റാറ്റസ് ഓഫ് അദീല അബ്ദുള്ള ആൻഡ് ക്യൂൻ എലിസബത്ത്. 4 മാർക്ക്. അതായത് അദീല അബ്ദുള്ള അവളുടെ പഠനത്തിന് ശേഷം ഒരു IAS ഓഫീസറായിട്ട് അപ്പോയിൻറ്റഡ് ആയി. എന്നാൽ ക്യൂൻ എലിസബത്ത് അവളുടെ അമ്മയുടെ മരണത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ കിരീടാവകാശിയായി മാറി. ഈ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും സ്റ്റാറ്റസിനെ എന്ത് ചെയ്യുക, ഒന്ന് വേർതിരിക്കുക. അതായത് അദീല അബ്ദുള്ളയുടെയും ക്യൂൻ എലിസബത്തിൻ്റെയും സ്റ്റാറ്റസിനെ നിങ്ങളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇതിൽ അദീല അബ്ദുള്ളയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്. അതായത് അവളുടെ പഠനം കഴിഞ്ഞ് അവളുടെ സ്വന്തം ഇഫേർട്ട് കൊണ്ടാണ്, പരിശ്രമം കൊണ്ട് നേടിയെടുത്ത ഒരു സ്റ്റാറ്റസ് ആയതുകൊണ്ട് തന്നെ അദീല അബ്ദുള്ളയുടെ സ്റ്റാറ്റസ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്. എന്നാൽ ക്യൂൻ എലിസബത്തിന് അവരുടെ അമ്മയുടെ മരണത്തിന് ശേഷമാണ് അവർക്ക് കിരീടാവകാശം ലഭിക്കുന്നത്. അപ്പോൾ അമ്മയുടെ മരണത്തിന് ശേഷം കിരീടാവകാശിയാകുന്നത് കൊണ്ട് തന്നെ ജനനം കൊണ്ട് നേടിയ ഒരു സ്റ്റാറ്റസാണ് ക്യൂൻ എലിസബത്തിൻ്റേത്. അതുകൊണ്ട് ആ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്. അപ്പോൾ അച്ചീവ്ഡ് സ്റ്റാറ്റസും ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും ഇവിടെ നിങ്ങൾ വ്യത്യാസപ്പെടുത്തുക. അച്ചീവ്ഡ് സ്റ്റാറ്റസ് അഥവാ നേടിയെടുക്കുന്ന പദവി എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ ജീവിത പരിശ്രമങ്ങളിലൂടെ ഹാർഡ് വർക്കിലൂടെ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്ന പദവിയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ഒരാളുടെ എഡ്യൂക്കേഷനും അയാളുടെ എക്സ്പീരിയൻസും എല്ലാം അച്ചീവ്ഡ് സ്റ്റാറ്റസാണ്. എന്നാൽ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അഥവാ ആരോപിത പദവി എന്ന് പറയുന്നത് ഒരാൾക്ക് ജനനം മൂലം ലഭിക്കുന്ന പദവിയാണ്. അത് ജാതി, സെക്സ് അഥവാ ലിംഗം, വംശം എന്നിവയെല്ലാം ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിന് ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. കമ്പയർ ദ ഫങ്ഷണലിസ്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സാമൂഹിക നിയന്ത്രണത്തിൻ്റെ നിർവഹണവാദവും സംഘർഷണവാദവും തമ്മിൽ താരതമ്യം ചെയ്യുക. 5 മാർക്കിൻ്റെ ചോദ്യമാണിത്. അപ്പം നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. സാമൂഹിക നിയന്ത്രണത്തിൻ്റെ നിർവഹണവാദം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാമൂഹിക നിയന്ത്രണം കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന ധർമ്മം എന്താണ് എന്നുള്ളതാണ്. ഫങ്ഷണലിസം അഥവാ നിർവഹണവാദം എന്നാൽ ഇപ്പോൾ ഫാമിലിയുടെ ഫങ്ഷണലിസം എന്താണെന്ന് ചോദിച്ചാൽ കുടുംബം കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന നേട്ടം എന്താണ് കുടുംബം സമൂഹത്തിൽ ചെയ്യുന്ന ധർമ്മം, ഫങ്ഷൻ, അതാണ് ഫങ്ഷണലിസം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫങ്ഷണലിസം എന്ന് കാണുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അത് എന്ത് ധർമ്മമാണോ സമൂഹത്തിൽ നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ നിർവഹണവാദമായി. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ 1 by 1 ആയിട്ട് പോയിൻറ്റ്സ് നോക്കാം. സാമൂഹിക നിയന്ത്രണത്തിൻ്റെ നിർവഹണവാദം വ്യക്തികളുടെയും സംഘങ്ങളുടെയും പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ശക്തി ഉപയോഗിക്കുന്നു. അതായത് വ്യക്തികളെ നേർവഴിക്ക് നടത്തുന്നതിന് വേണ്ടി വ്യക്തികളുടെ മുകളിൽ ഒരു ശക്തി പ്രയോഗിച്ചുകൊണ്ട് അവരെ നിയന്ത്രിക്കുകയാണ് സാമൂഹിക നിയന്ത്രണം ചെയ്യുന്നത്. അതാണ് സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഒന്നാമത്തെ നിർവഹണവാദം. സെക്കൻഡ് പോയിൻ്റ്, സാമൂഹിക ക്രമം നിലനിർത്തുന്നതിന് വേണ്ടി മൂല്യങ്ങളും പ്രത്യേക രീതികളും വ്യക്തികൾക്ക് മുകളിൽ ചുമത്തപ്പെടുന്നു. അതായത് സോഷ്യൽ ഓർഡർ എന്നെന്നും അതുപോലെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിൽ നല്ല നല്ല മൂല്യങ്ങളും ക്രമങ്ങളുമൊക്കെ വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു.
അതായത് ഫോർ എക്സാമ്പിൾ പിന്നെ കുട്ടികളോട് ടീച്ചേഴ്സും രക്ഷിതാക്കളും പറയാണ് നിങ്ങൾ മുതിർന്നവരെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണം, കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടു കൂടി പെരുമാറണം, തെറ്റിലേക്ക് നിങ്ങൾ പോകരുത്. ഇത്തരത്തിലുള്ള നല്ല നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് തെറ്റിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് എന്നെന്നും ഒരേ ക്രമം നിലനിർത്തുവാൻ ഫങ്ഷണലിസ്റ്റ് വ്യൂ, അതായത് സാമൂഹിക നിയന്ത്രണം നമ്മളെ സഹായിക്കുന്നു. മൂന്നാമത്തെ പോയിൻ്റ്, വ്യക്തികളുടെയും സംഘങ്ങളുടെയും അനാവശ്യ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നു. സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും അനാവശ്യമായി സാമൂഹികമായി നിരോധിക്കപ്പെട്ട പല പെരുമാറ്റങ്ങളും ഉണ്ടാകും. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. ചില ആളുകൾ സ്മോക്ക് ചെയ്യും, ചില ആളുകൾക്ക് ക്രിമിനൽ ബിഹേവിയർ നല്ല പോലെ ഉണ്ടാകും. അതായത് പിന്നെ എന്താ പറയുക, കൊലപാതകം ചെയ്യും. അതുപോലെ എക്സ്ട്രീം ദേഷ്യം, എന്താ പറയുക, അനാവശ്യമായി ദേഷ്യവും മറ്റുമുള്ള ആളുകളുണ്ടാകും. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് സാമൂഹിക നിയന്ത്രണം സമൂഹത്തിലുള്ളത് കൊണ്ടാണ്. അപ്പം വ്യക്തികൾക്കിടയിലുള്ള സാമൂഹിക വിരുദ്ധമായ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് ഏറ്റവും ഇഫക്റ്റീവായ ഒരു മെത്തേഡാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അത് സോഷ്യൽ കൺട്രോളിൻ്റെ ഫങ്ഷണൽ വ്യൂ ആണ്. ലാസ്റ്റ് പോയിൻ്റ്, വ്യക്തികൾക്കിടയിലും സംഘങ്ങൾക്കിടയിലുള്ള സംഘർഷവും ടെൻഷനും കുറയ്ക്കുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ, എല്ലാ വ്യക്തികളും നിയമം അനുസരിച്ച് നല്ലപോലെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യക്തികൾക്കിടയിൽ എന്തുണ്ടാവില്ല, സംഘർഷങ്ങളും ടെൻഷനും ഒന്നും ഉണ്ടാവില്ല. അതുവഴി സമൂഹം നല്ല ഓർഡറായിരിക്കും, നല്ല സാമൂഹിക ക്രമം നിലനിർത്തുവാനും സാധിക്കും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഫങ്ഷണൽ വ്യൂ അഥവാ നിർവഹണവാദം എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പമാണ്. തുടർച്ചയായിട്ട് എല്ലാ പരീക്ഷകളിലും ചോദിച്ച് കാണുന്ന ഒന്നാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, സോഷ്യൽ കൺട്രോളിൻ്റെ ധർമ്മം എന്താണ് സമൂഹത്തിൽ, അതാണ് സോഷ്യൽ കൺട്രോളിൻ്റെ നിർവഹണവാദം എന്ന് പറയുന്നത്. ഫങ്ഷൻ എന്താണ് എന്നുള്ളത് ചിന്തിക്കുക. ഒന്ന്, വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, സാമൂഹിക ക്രമം നിലനിർത്തുന്നതിന് വേണ്ടി ചില പ്രത്യേക മൂല്യങ്ങൾ അവരുടെ മുകളിൽ ചുമത്തുക. മൂന്നാമത്തെ പോയിൻ്റ്, അനാവശ്യമായ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, സാമൂഹിക വിരുദ്ധമായ പെരുമാറ്റങ്ങളെ വ്യക്തികളിൽ നിന്നും തുടച്ചു മാറ്റുക. ലാസ്റ്റ് പോയിൻ്റ്, വ്യക്തികൾക്കിടയിലും സംഘങ്ങൾക്കിടയിലുമുള്ള സംഘർഷങ്ങളും ടെൻഷനും കുറയ്ക്കുക. ഇതാണ് സോഷ്യൽ കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം സമൂഹത്തിൽ. അത് തന്നെയാണ് സോഷ്യൽ കൺട്രോളിൻ്റെ നിർവഹണവാദവും. ഇൻ ഇംഗ്ലീഷ്, ഫങ്ഷണലിസ്റ്റ് വ്യൂ ഓഫ് സോഷ്യൽ കൺട്രോൾ. Social control have many functions in our society. This is specifically emphasized in the functional view of social control. First point, use of force to regulate the behavior of individual and group. Social control may be use a kind of force or pressure to control the behavior of individual and groups. Second point, to enforce values and patterns to maintain order in society. Here we have to focus the primary purpose of social control to enforce values and pattern for what? To maintain order in society. By creating order in society is the primary focus of social control. For that, they enforce certain values and patterns among the behavior of the individuals. Third point, to restrain deviant behavior of individual or groups. Here deviant behavior means antisocial behavior. Some individuals are particularly interested in doing deviant behavior like drinking alcohol or engaging in criminal activities, etc. Social control effectively prevent this kind of behavior among individuals. This is one of the function of social control. And the last point, to lessen conflict and tension among the individuals and groups. Social control helps to reduce conflict and tension persist among the individuals and groups. This is the functional view of social control. ഇനി കോൺഫ്ലിക്റ്റ് വ്യൂ ഓഫ് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹിക നിയന്ത്രണത്തിൻ്റെ സംഘർഷവാദം. കോൺഫ്ലിക്റ്റ് വ്യൂ അഥവാ സംഘർഷവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
സോഷ്യൽ കൺട്രോൾ സമൂഹത്തിൽ സംഘർഷം ഉണ്ടാക്കുന്നുണ്ടോ? അതായത് സമൂഹത്തിൽ എപ്പോഴും 2 ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് സംഘർഷം ഉണ്ടാകുന്നത്. ആ 2 ഗ്രൂപ്പുകൾ ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല പവറിൻ്റെ അധികാരത്തിൻ്റെ കാര്യത്തിൽ. ഒരു ഒരു വർഗം എന്നുള്ളത് അപ്പർ ക്ലാസ് ആയിരിക്കും, രണ്ടാമത്തെ വർഗം എന്നുള്ളത് ലോവർ ക്ലാസ് ആയിരിക്കും. ഒരാൾ പണക്കാരനും മറ്റൊരാൾ പാവപ്പെട്ടവനുമായിരിക്കും. അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും തുല്യമല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പണമുള്ളവർ അല്ലെങ്കിൽ അധികാരത്തിലുള്ളവർ പണമില്ലാത്തവർ, പാവങ്ങളായ സ്വാധീനമില്ലാത്ത അധികാരമില്ലാത്ത ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ഈ നിയന്ത്രണം പാവപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല. അവരതിനെ ഒപ്പോസ് ചെയ്യും, അവരതിനെ എതിർക്കും. സ്വാഭാവികമായും ഈ എതിർപ്പ് സംഘർഷത്തിൽ അവസാനിക്കും. അതാണ് സാമൂഹിക നിയന്ത്രണത്തിൻ്റെ സംഘർഷവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആസ് എ മെക്കാനിസം ടു ഇമ്പോസ് സോഷ്യൽ കൺട്രോൾ ബൈ ദ ഡോമിനൻറ്റ് സോഷ്യൽ ക്ലാസ് ഓൺ ദ റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളുടെ മുകളിൽ ഉപരിവർഗമായ പണക്കാർ അവരുടെ സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. അതിനുവേണ്ടി അവർ സാമൂഹിക നിയന്ത്രണത്തെ ഉപയോഗിക്കും. ഈ സാമൂഹിക നിയന്ത്രണം പാവപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പാവപ്പെട്ടവരും പണക്കാരും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകും. ഈ സംഘർഷത്തിലൂടെ സാമൂഹിക നിയന്ത്രണം നടപ്പിലാക്കുകയും ചെയ്യും. പണക്കാർ അവരുടെ നിയമങ്ങളും അവരുടെ പെരുമാറ്റങ്ങളുമാണ് പാവപ്പെട്ട ആളുകളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് സംഘർഷത്തിന് കാരണമാകും എന്നുള്ളതാണ് സാമൂഹിക നിയന്ത്രണത്തിൻ്റെ കോൺഫ്ലിക്റ്റ് വ്യൂ, സംഘർഷണവാദം എന്ന് പറയുന്നത്. അതായത് പാവപ്പെട്ടവരുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ പണക്കാർ ഉപരിവർഗമായ ഒരു വിഭാഗം ശ്രമിക്കുന്നതാണ്. അതിനുള്ളൊരു ഉപാധിയായിട്ട് അവർ സാമൂഹിക നിയന്ത്രണത്തെ കാണും. ഇതാണ് സാമൂഹിക നിയന്ത്രണത്തിൻ്റെ സംഘർഷവാദം. അത് സംഘർഷത്തിൽ അവസാനിക്കും എന്നുള്ളതാണ് സംഘർഷണവാദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2 ഭാഗവും എഴുതുക, നിർവഹണവാദവും എഴുതുക, സംഘർഷണവാദവും എഴുതുക. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എഴുതുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ധർമ്മമാണ് എഴുതേണ്ടത്. എന്നാൽ കോൺഫ്ലിക്റ്റ് വ്യൂ ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ എങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 10. ഹൗ ഡസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പെർസിസ്റ്റ് അക്രോസ് ജനറേഷൻ? സാമൂഹിക നിയന്ത്രണം എങ്ങനെയാണ് തലമുറകളായി നിലനിന്ന് പോകുന്നത്? ഇത് കൂടുതൽ പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്കിലാണ്. ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും 3 മാർക്കിനാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. സാമൂഹിക ശ്രേണീകരണം അഥവാ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതാണ്. സമൂഹത്തെ വിവിധ തട്ടുകളായി തരംതിരിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാമൂഹിക ശ്രേണീകരണം. The process of dividing society into various layers and division is called social stratification. ഇത് എങ്ങനെയാണ് തലമുറകളായി നിലനിൽക്കുന്നത്? How it exists through generations or persists through generations. ഇതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഇതിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നും തലമുറകളായി ലഭിക്കുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. പ്രധാനമായും കുടുംബമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ജനിക്കുക വഴി അവനൊരു പ്രത്യേക സ്റ്റാറ്റസ് കിട്ടുന്നു. പാരമ്പര്യമായി അവന് ചില വിഭവങ്ങൾ ലഭിക്കുന്നു. കുടുംബത്തിൽ ജനിക്കുക വഴിയാണ് അവന് എന്ത് കിട്ടുന്നത്? ജാതിപരമായ സ്റ്റാറ്റസ് കിട്ടുന്നത്. അതായത് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അഥവാ ആരോപിത പദവി അവന് ലഭിക്കുക വഴി അവനൊരു പ്രത്യേക ജാതിയിലെ മെമ്പറായി മാറുന്നു. അവനവൻ്റെ ജാതി നിലനിർത്തുന്നതിന് വേണ്ടി ജാതി വ്യവസ്ഥ പറയുന്ന എൻഡോഗമി അഥവാ സ്വഗണ വിവാഹം കഴിക്കുന്നു. അതുവഴി എന്നെന്നും അവൻ ആ ഒരു പ്രത്യേക ജാതിയിൽ തന്നെ നിലകൊള്ളുന്നു. അതുപോലെ തന്നെ അവൻ്റെ ജാതി വ്യവസ്ഥ നിഷ്കർഷിക്കുന്ന ട്രഡീഷണൽ ഒക്യുപ്പേഷൻ അഥവാ കുലത്തൊഴിൽ മാത്രമാണ് അവന് ഫോളോ ചെയ്യുവാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ദളിതനായ ആൾക്ക് അയാളുടെ കുലത്തൊഴിലായ വസ്ത്രം കഴുകൽ, അതുപോലെ ഏറ്റവും മോശപ്പെട്ട ജോലി ചെയ്യുക എന്നുള്ളത്
ഒരിക്കലും ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷേ അയാൾ നിർബന്ധിതനാവുകയാണ്. തൻ്റെ കുടുംബപരമായും ജാതീയപരമായ സ്റ്റാറ്റസ് കാരണം ഒരു പ്രത്യേക തൊഴിൽ തന്നെ ചെയ്യുവാൻ അദ്ദേഹം നിർബന്ധിതനാവുകയും ഇഷ്ടപ്പെട്ട തൊഴിൽ സ്വീകരിക്കാൻ കഴിയാതെ ഇത് തലമുറകളായി അവൻ്റെ ജനറേഷനും അവൻ്റെ തൊട്ടടുത്ത ജനറേഷനും ഇതിങ്ങനെ തലമുറകളായി ചെയ്തു പോവുകയും സാമൂഹിക ശ്രേണീകരണം സമൂഹത്തിൽ തലമുറകളോളം നിലനിന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സായി മാറുന്നു. കുടുംബത്തിലൂടെ ആരോപിത പദവിയിലൂടെയും കുലത്തൊഴിലുകളിലൂടെയുമാണ് സാമൂഹിക ശ്രേണീകരണം തലമുറകളായി നിലനിന്ന് പോകുന്നത്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എഴുതേണ്ടത് കുടുംബത്തിലൂടെ നമുക്ക് ആരോപിത പദവി ലഭിക്കുന്നു. ആരോപിത പദവി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജാതിയിലോ ഗ്രൂപ്പിലോ നമ്മൾ പെടുന്നു. അതുവഴി ആ ജാതി പറയുന്ന ചില നിയമങ്ങൾ നമ്മൾ അനുസരിക്കുകയും അങ്ങനെ സാമൂഹിക ശ്രേണീകരണം തലമുറകളായി നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ചോദ്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പൊതുവേ പറയാറില്ല. എന്നാലും നിങ്ങൾക്ക് താല്പര്യമാണ് എൻ്റെ വീഡിയോസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. എന്നാൽ ടീച്ചർ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് കാണാൻ സാധിക്കും. എക്സാമിന് ഇനി വെറും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. സോ കീപ്പ് ഓൺ സ്റ്റഡി ആൻഡ് എൻ്റെ ചാനൽ വ്യൂ ചെയ്യുക. ഓക്കെ, ടിൽ ദെൻ ബൈ.